ഞാനിന്ന് ഒരു നാടൻ കൂൺ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഈ കൂൺ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ ഇന്നത്തെ കൂണ് ഞാൻ വാങ്ങിയേക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തു നിന്നാണ്. ആൾക്ക് കൂണിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂണിനെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതിൻ്റെ പരിപാലനത്തിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഏത് സമയത്തും അവിടെ കൂൺ ലഭ്യമാണ്. ഇത് നാടൻ കൂൺ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള മസാല നമ്മൾ പ്രത്യേകം തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. അതിനായിട്ട് ചൂടുകട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഗ്രാമ്പൂ, ഏലക്കായ, പട്ട, തക്കോലം എന്നിവ ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ചു മാത്രം ചേർത്താൽ മതി. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു. കൂടാതെ 3 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവനോട് കൂടിയുള്ള മല്ലി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, അതും മുഴുവനോട് കൂടിയിട്ടുള്ള കുരുമുളക്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നന്നായിട്ട് കരിഞ്ഞു പോവാതെ ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഇനി നമുക്ക് വേറൊരു പാത്രം ഗ്യാസ് സ്റ്റവിലേക്ക് വെക്കാം. നാടൻ കൂൺ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മളിന്ന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സവാള, വലിയ സവാള ചെറുതായിട്ട് നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ സവാള നന്നായിട്ട് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടണം. ഒരുപാട് ബ്രൗൺ കളർ ആവുന്നു വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ വാടി കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയും അടിഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇളക്കാതിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അടിഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. അതിനുശേഷം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 വലിയ തക്കാളി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തക്കാളി ഇട്ട ശേഷം ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു മസാല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ മസാല പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം. ആദ്യം അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ചേർത്താൽ മതി. വേണമെങ്കിൽ മാത്രം മുഴുവനായിട്ട് ചേർക്കാം. അപ്പോൾ അതിൻ്റെ എത്ര അളവ് വേണമെന്ന് നിങ്ങളൊന്ന് ഇട്ട് നോക്കിയ ശേഷം തീരുമാനിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ ഇത് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. എനിക്കിത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കണം, അതല്ലെങ്കിൽ മസാല കൂടുതലാവും. പിന്നെ നല്ല എരിവുള്ള കുരുമുളകാണെങ്കിൽ നിങ്ങൾ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ ധാരാളമാണ്. പക്ഷേ അതല്ല, തീരെ എരിവില്ലാത്ത കുരുമുളകാണെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെ എടുക്കാം കേട്ടോ. ഈ നാടൻ കൂൺ റോസ്റ്റിൽ നമ്മൾ തീരെ മുളക് പൊടി ചേർക്കണില്ല, കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചേർക്കണത്. ഇനി ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞാൽ ഒരു മൂടി കൊണ്ട് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് അടിപിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുക്കും കൂടി വേണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കൂണാണ്. ഞാനിവിടെ 600 ഗ്രാം കൂണാണ് എടുത്തേക്കണത്. അതിനുള്ള അളവാണ് കേട്ടോ അവിടെ പറഞ്ഞേക്കണത്. ആ കൂണ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കൂണ് നല്ല വെള്ളമൊക്കെ വാർത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തീരെ വെള്ളം ചേർക്കണില്ല, കാരണം ഈ കൂണൊന്ന് ആയി കിട്ടിയാൽ തന്നെ ഇതിലേക്ക് വെള്ളം വരും. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു 4 ചെറിയ പച്ചമുളക് നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മല്ലിയില ചേർക്കാത്തത്. പിന്നെ നാടൻ കറിയാകുമ്പോൾ കറിവേപ്പിലയാണ് കുറച്ചും കൂടി നല്ലത്. ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂടും ഈ മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഈ കൂണൊന്നിങ്ങനെ അടിയിലേക്ക് ഇരിക്കും കേട്ടോ. കാരണം ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് താഴും.
നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് അമർത്തി വെച്ചിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് മൂടി തുറന്ന് നോക്കുകയാണ്. ഊണ് നന്നായിട്ട് അടിയിൽ പോയിട്ടുണ്ട്, മസാല തെളിഞ്ഞു വരുന്നുണ്ട്, കൂണിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 10 മിനിറ്റാണ് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനെ തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് പോയി കിട്ടിയാൽ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ നാടൻ കൂൺ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം കൂടി വരും. അങ്ങനെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്നും കൂടി ഇളക്കിയെടുത്താൽ കൂൺ റോസ്റ്റ് റെഡി. നാടൻ കൂൺ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? അത്ര നന്നായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നാടൻ രീതിയിലാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻസിനെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നോൺ വെജിറ്റേറിയൻ ആയ ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം ഇതൊരു ഇറച്ചിക്കറിയുടെ ഒരു രുചിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.